യേശുവിൻ്റെ കൂട്ടായ്മയിൽ എല്ലാ ദൈവമക്കൾക്കും ദൈവാനുഗ്രഹം നിറഞ്ഞ ഒരു പുതിയ ദിനം നിങ്ങൾക്കെല്ലാവർക്കും ഇന്നുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മളെ തന്നെ വിശുദ്ധീകരിച്ച് നമ്മളെ തന്നെ എളിമപ്പെടുത്തി ദൈവത്തിൻ്റെ സ്വരം കേൾക്കുവാൻ നമ്മളെ ഒരുക്കുമ്പോൾ ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് സമൃദ്ധമായിട്ട് നിറയും. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 12-ാം തിരുവചനം. ഉള്ളവന് നൽകപ്പെടും, അവന് സമൃദ്ധി ഉണ്ടാവുകയും ചെയ്യും. ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതുപോലും എടുക്കപ്പെടും. ദൈവിക സാന്നിധ്യം ആർക്കെല്ലാമുണ്ടോ, ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടൽ ആരുടെയെല്ലാം ജീവിതത്തിലുണ്ടോ അവർക്കെല്ലാം സമൃദ്ധമായിട്ട് ഈ ലോകത്ത് ലഭിക്കും എന്ന് ദൈവം യേശുക്രിസ്തു വഴി വളരെ വ്യക്തമായിട്ട് നമ്മളോട് പറയുക. ദൈവത്തെ അന്വേഷിക്കുവാനോ ദൈവവചനം ശ്രവിക്കുവാനോ ദൈവത്തോടൊപ്പം ആയിരിക്കുവാനോ സാധിക്കാത്തവന് എന്തെല്ലാം ഉണ്ടെങ്കിലും അതുപോലും എടുത്തു മാറ്റപ്പെടും എന്ന് വ്യക്തമായി പറയുന്നു. ആദം ദൈവത്തോടൊപ്പം നടന്നപ്പോൾ അവനെല്ലാം സമൃദ്ധമായിരുന്നു. ജോസഫിൻ്റെ കൂടെ ദൈവം നടന്നപ്പോൾ അവൻ രാജാവിൻ്റെ അടുത്ത സ്ഥാനം വരെ എത്തി. പ്രിയ സഹോദരങ്ങളെ, ദൈവം നിങ്ങളുടെ കൂടെയുണ്ടെങ്കിൽ, ദൈവത്തോടൊപ്പം യാത്ര ചെയ്യുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനുള്ള ആഗ്രഹം നിങ്ങളിൽ സമൃദ്ധമാണെങ്കിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടതെല്ലാം സമൃദ്ധമായിട്ട് തരും. പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളും വരങ്ങളും ഫലങ്ങളും നിറയുമ്പോൾ ആ വ്യക്തി ദൈവാത്മാവിനാൽ നിറയുക. ഞാൻ എന്താണെന്ന് സ്വയം ചിന്തിച്ചിട്ട് സ്വയം താഴ്ത്തുവാനും എളിമപ്പെടുവാനും മറ്റുള്ളവരുടെ മുന്നിൽ താഴുവാനും ആണ് ഈശോ നമ്മളെ പഠിപ്പിച്ചത്. നമുക്കെന്തെല്ലാം കഴിവുകളോ സ്ഥാനങ്ങളോ സമ്പത്തോ എന്തുണ്ടായാലും അതെല്ലാം ദൈവത്തിൻ്റേതാണ്, സ്വർഗത്തിൻ്റേതാണ് എന്ന് മനസ്സിലാക്കി സ്വയം എളിമപ്പെടുക. മറ്റുള്ളവരിൽ തൻ്റെ ദൈവത്തെ കാണുവാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ നാവ്, നമ്മുടെ സംസാരം, നമ്മുടെ പ്രവൃത്തികൾ എല്ലാം ദൈവാനുഗ്രഹത്താൽ നിറഞ്ഞായിരിക്കും. നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും ദൈവത്തിൻ്റെ അനുവാദം വാങ്ങി ചെയ്യുക. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ദൈവാനുഗ്രഹം നിറഞ്ഞ, ദൈവിക സാന്നിധ്യം നിറഞ്ഞ ഒരു ദിവസം നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ഈ നിമിഷം ലോകത്തിലെ 800 കോടിയിലധികം വരുന്ന എല്ലാ മക്കളെയും
ദൈവം തൊടുന്നതിനായിട്ട്, ദൈവത്തിൻ്റെതാക്കി മാറ്റുന്നതിനായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനകൾക്ക് ദൈവം മറുപടി തന്നിരിക്കുന്ന ദിവസമായിന്ന്. നമ്മുടെ ചുറ്റുമുള്ള ദേശങ്ങൾ യുദ്ധത്തിൽ നിന്നും സമാധാനത്തിലേക്ക് മാറുന്ന കാഴ്ച വിവേകത്തോടെ തീരുമാനമെടുക്കുവാൻ രാഷ്ട്രത്തലവന്മാരെ ദൈവം അതിനുവേണ്ടി ഇടപെടുന്ന അവസ്ഥ, പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ദൈവം, നമ്മുടെ രക്ഷകനും നാഥനും സമാധാനപ്രിയനുമായ യേശുക്രിസ്തുവിൻ്റെ സന്തോഷത്തോടുകൂടി ഞാൻ നിങ്ങൾക്ക് പങ്കുവയ്ക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.